ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫേസ് മസാജിനെ കുറിച്ച് നാം പറയണം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എപ്പോഴും നമ്മളോട് പറയും മസാജ് പലവരും ചോദിക്കാറുണ്ട്. കാരണം ഇപ്പോൾ പണ്ടെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സ്കിൻ കെയർ റൊട്ടീനിലായിക്കോട്ടെ ഇതിനൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻസേ കൊടുക്കുന്നില്ല. ബട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആണ്. കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫേസ് മസാജിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം, മസാജ് എന്തിനു വേണ്ടി ചെയ്യണം, എന്താണ് മസാജ് ചെയ്യണതുകൊണ്ട് ഗുണം എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. നമ്മളതുപോലെ തെറ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ അറിയണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മസാജ് ചെയ്യുന്നതെന്ന് വെച്ചാലും നമ്മൾ എന്താ പറയുക, ഫേസിലുള്ള റിങ്കിൾസിനെ നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. റിങ്കിൾസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈനെസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾക്ക് വേണ്ടി നമുക്ക് മസാജ് കൊടുക്കാം. ആക്ച്വലി ഞാൻ ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ഫേസിൽ ഒരു രീതിയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒന്നുമില്ല, മേക്കപ്പില്ല, ഒന്നുമില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ ഒന്ന് കുളി കഴിഞ്ഞ് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും കുളിച്ച് കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്നിന് ഞാൻ മസാജ് കൊടുക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒന്ന് കാണിച്ചു തരാം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, കമൻറ്റ് ചെയ്തൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളുടെ വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഫേസിന് ഞാൻ എന്നും ചെയ്യണത് എൻ്റെ മോയ്സ്ചറൈസർ വെച്ചിട്ടാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് കേട്ടോ. ഞാൻ റൈസിൻ്റെ ഈ മോയ്സ്ചറൈസർ തന്നെയാണ് എല്ലായ്പ്പോഴും എടുക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാനിത് പറയാറുണ്ട് എല്ലാവർക്കും, ഏത് ഓൾ സ്കിൻ ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസർ ആണെന്നുള്ള രീതിയിൽ. നോക്കാം നമുക്ക് എങ്ങനെയാണ് നമുക്ക് മസാജ് ചെയ്യാം എന്നൊക്കെ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ക്ലെൻസൊക്കെ ചെയ്തൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് ടോൺ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മളുടെ മോയ്സ്ചറൈസർ കൊടുക്കും. മോയ്സ്ചറൈസർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ അപ്ലിക്കേഷൻ തന്നെ, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ മസാജ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതുപോലെ നമ്മൾ മോയ്സ്ചർ ആദ്യം കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിലെടുക്കുക. അത് ഇപ്പം ഞാൻ മസാജിന് വേണ്ടി എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ആദ്യം നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫേസ് മസാജ്. ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ രണ്ട് തമ്പ് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഈ രണ്ട് ഫിംഗർ ഇങ്ങനെ വയ്ക്കുക. ഈ ഒരു രീതിയിൽ 10 to 15 ടൈംസ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് സ്കിൻ തൂങ്ങത്തില്ല പെട്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ആദ്യം നമ്മൾ ഇതുപോലെ കൊടുക്കുക. ചിലർ ഫേഷ്യൽ മസാജ് ഓയിലുണ്ട്, സോ നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഈ ഫിംഗർ ഇങ്ങനെ വരണേ. ഈ ഒരു രീതിയിൽ 10 to 15 ടൈംസ് കൊടുക്കുക. ചിലപ്പോഴൊക്കെ നമുക്കൊന്ന് സമയം കിട്ടുമ്പോൾ ഞാൻ ശരിക്കും അത്രയും 15 പ്രാവശ്യമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ ഒരു 4-5 പ്രാവശ്യം കൊടുക്കും. പിന്നെ ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴും ഞാൻ ഈ ഒരു മെത്തേഡിൽ തന്നെ ആദ്യം ഇടുക. അതുകൊണ്ട് പിന്നെ അതൊക്കെയായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. സോ നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്യുക. then അതിനനുസരിച്ച് പിന്നെ നമുക്ക് വീണ്ടും നല്ലപോലെ ഡ്രൈ ആയെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ മോയ്സ്ചർ ചെയ്തിട്ട് ഇങ്ങനെ നെക്സ്റ്റ് അതായത് നമ്മുടെ ഫേസിൻ്റെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ഓരോ ഏരിയ ഇതുപോലെ ചെയ്യുക. ഇതും 10 to 15 പ്രാവശ്യം നമുക്കിങ്ങനെ കൊടുക്കാം. ഈ മെത്തേഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. നമ്മളുടെ സ്കിൻ ഇതുപോലെ ഇങ്ങോട്ടേക്ക് കയറ്റണം, ഈ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതല്ല എനിക്ക് ഇതാണ് കുറച്ചും കൂടി കംഫർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്തു കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം.
അപ്പോൾ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ 2 രീതിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ രീതിയിലാണെങ്കിൽ ഈ രീതിയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ നമ്മളുടെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് കൂടുതലും പെട്ടെന്ന് നമുക്ക് റിങ്കിൾസ് വരുന്നതൊക്കെ. ലേഡീസിനല്ല, എല്ലാവർക്കും തന്നെ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നല്ലതുപോലെ ഇങ്ങനെ മസാജ് കൊടുക്കണേ. അതുപോലെ നമ്മളുടെ കണ്ണിൻ്റെ ചുറ്റും നല്ലപോലെ ഇതുപോലെ നമുക്ക് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ജസ്റ്റ് ഒന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ ഐക്കും ഒക്കെ നല്ലതാണ്. അത് മാത്രമല്ല നമ്മളുടെ ഈ ഒരു ഏരിയ നമുക്കറിയാം കണ്ണിൻ്റെ ഭാഗം പെട്ടെന്ന് ചുളുങ്ങും. സോ അതിനെ നമുക്ക് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ. തന്നെ അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. അതായത് നമ്മളിങ്ങനെ ചെയ്യുക, ഉള്ളിലേക്ക് ആദ്യം കൊടുക്കുക, ദെൻ അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ടും പുറത്തേക്കായിട്ടും കൊടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഈ ഏരിയ നല്ലപോലെ ഇങ്ങനെ മസാജ് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഐബ്രോ ഏരിയ നമുക്കിങ്ങനെ ദെൻ ഇങ്ങനെ കൊടുക്കാം. പക്ഷെ ഇതിനൊക്കെ സമയം കിട്ടുന്നവർ ചെയ്താൽ വളരെ സൂപ്പർബായിരിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. ദെൻ നമ്മളുടെ ഫോർഹെഡ് ഏരിയ ഇങ്ങനെ ആദ്യം കൊടുക്കുക, ഈ ഒരു മിഡിൽ പോർഷൻ ഇങ്ങനെ കൊടുക്കാം. ദെൻ അതിന് ശേഷം ഈ രീതിയിൽ. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഓരോ പോർഷൻസ് വൈസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മളുടെ നോസ് എല്ലാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കോർണറൊക്കെ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. അതിന് ഫേഷ്യൽ ഓയിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇതുപോലെ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിലൊന്നും ഇടാതെ തന്നെ നിങ്ങൾക്കിത് ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കാരണം എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മാം മസാജിൻ്റെ വീഡിയോ ഇടണം, ഫേസ് മസാജിൻ്റെ എന്നുള്ളത്. നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ടിരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാൻ വൈകിയത്. സോ എന്താ പറയുക, അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. ദെൻ ഫസ്റ്റ് ഇതാ ഇങ്ങനെയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുക. 10 to 15 ടൈംസ് ചെയ്തോളൂ. then അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞു, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെയും ചെയ്യും. ഇതിങ്ങനെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു നമ്മളുടെ ഫിംഗർ ഈ രീതിയിൽ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഞാൻ എപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. ബിക്കോസ് എനിക്കത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും അല്ലെങ്കിൽ മാം എന്തിനാണ് വീണ്ടും കാണിക്കണേ എന്നുള്ളത് പറയണ്ട കേട്ടോ. അതുപോലെ നമ്മൾക്ക് ഈ ഐബ്രോയൊക്കെ ഈ രീതിയിലാണ് വീണ്ടും പറയുകയാണ്. ഓക്കെ, ദെൻ ഈ ഏരിയ എന്നിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാം. അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് പെട്ടെന്ന് ചുളിവൊന്നും വരത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ സ്കിൻ കെയർ ആയിക്കോട്ടെ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ പറയില്ലേ അവർക്ക് ഇത്രയും ഏജായി, സോ അവരെല്ലാം കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നു എന്നൊക്കെ പലവരെയും കാണുമ്പോൾ നമുക്ക് പറയും. അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മൾ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ പറയാറുണ്ട് ഇത്ര ഏജായിട്ടും ഒരു ചുളിവോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം സാധാരണ എല്ലാവർക്കും ബിസി ഷെഡ്യൂൾ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും സമയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഈവൻ രാത്രി ചെയ്താലും മതി. ഇപ്പം നമ്മൾ ഡേ ടൈമിൽ നിങ്ങൾക്ക് രാവിലെ എല്ലാം ബിസി ആണെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ ബിഫോർ ബെഡ് നമ്മൾ CTM ഒക്കെ ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇടുമല്ലോ, അന്നേരം നമുക്ക് അതുപോലെ ഒന്ന് മസാജ് കൊടുക്കാൻ നമ്മളപ്പോൾ വേറെ തിരക്കോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് റിലാക്സ് ചെയ്ത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു
10 മുതൽ ഒരു 15 മിനിറ്റ് വരെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടി വരിക പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട്. ചിലവരിപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർ പെട്ടെന്ന് പക്ഷേ അതിൽ കാര്യമില്ല. മസാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഇത് കിട്ടണം. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സമയം കിട്ടുമ്പോഴോ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യാനൊന്നും ചിലപ്പോൾ സമയം കിട്ടാറുമില്ല. ബട്ട് എന്നാലും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യണ സമയത്ത് ഞാൻ എന്തായാലും മസാജ് കൊടുത്ത് തന്നെയാണ് ചെയ്യാറുള്ളതും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ചെയ്യുക, എന്നിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിലും കൂടി പറയണം. കാരണം എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാവർക്കും ആഗ്രഹമാണല്ലോ നമ്മളെപ്പോഴും യങ്ങായിട്ടിരിക്കണം എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. എനിവേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്തായാലും അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.